അതിന്റെ ബി എന്ന് എഴുതാം. ഞാൻ ബ്യൂട്ടൈൻ ഫോം ചെയ്യുന്നത് വരെ പറഞ്ഞായിരുന്നു. അതിന്റെ പേര് പറഞ്ഞില്ലേ? അതിന് ആ ബ്യൂട്ടൈൻ കൊടുത്തു. ഇവന്റെ പേരല്ല എഴുതിക്ക്. ക്ലോറോ ഈതൈനും രണ്ടാമത്തെ റിയാക്ഷൻ ക്ലോറോ ഈതൈൻ ആയിരുന്നു. ഈ റിയാക്ഷൻ പേര് കൊടുക്കുക. അതായത് CH3 CH2 Cl അതിന്റെ 2 മോളിക്കൂൾ, അത് ക്ലോറോ ഈതൈൻ അതിന്റെ പേര്, ക്ലോറോ ഈതൈൻ. അതിന്റെ കൂടെ നമ്മൾ 2 സോഡിയം ആഡ് ചെയ്തപ്പോൾ എന്തുണ്ടായി? ബ്യൂട്ടൈൻ, CH3 CH2 CH2 CH3. ഇവന്റെ പേര് ബ്യൂട്ടൈൻ പ്ലസ് NaCl. ഇവിടം വരെ നമ്മൾ പഠിച്ചു നിർത്തിയത് അല്ലയോ? ഇനി ഇതിന്റെ ബി വേണ്ട, അത് നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. ഇത് 3 എന്ന് എഴുതിക്കോ. അടുത്ത 3 എന്ന് എഴുതിക്കോ. 3 എന്ന് എഴുതിക്കോ. എന്നിട്ട് നമ്മളിപ്പോൾ ഏതിൽ നിന്നൊക്കെ ആൽക്കേനെ ഉണ്ടാക്കുന്നതാണ് പഠിച്ചത്? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൽ നിന്ന് ആൽക്കേനെ ഉണ്ടാക്കാൻ പഠിച്ചു. അതായത് ഡബിൾ ബോണ്ടിലും ട്രിപ്പിൾ ബോണ്ടിൽ നിന്നും. രണ്ടാമത്തത് ആൽക്കൈൽ ഹാലൈഡിൽ നിന്നും നമ്മൾ ആൽക്കേനെ ഉണ്ടാക്കാൻ പഠിച്ചു. അതിന്റെ ആദ്യത്തെ റിയാക്ഷൻ ആയിരുന്നു വുഡ്സ് റിയാക്ഷൻ. ഓക്കെ, അതേ ഉള്ളൂ. എ റിയാക്ഷൻ ബി ഉണ്ടാകും, നമുക്ക് ഇമ്പോർട്ടൻ്റ് ഇല്ല, പഠിക്കേണ്ട. മൂന്നാമത്തേത് ഫ്രം കാർബോക്സിലിക് ആസിഡ്. 3 എന്ന് കൊടുത്തോ. ഫ്രം കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ്. മൂന്നാമത്തെ. ഒന്നാമത്തേത് ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ, രണ്ടാമത്തേത് ഫ്രം ആൽക്കൈൽ ഹാലൈഡ്, മൂന്നാമത്തേത് എന്താണ്? ഫ്രം കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? COOH ഗ്രൂപ്പ് വരുന്നതിനെയാണ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത് അല്ലേ? വേണമെങ്കിൽ ബ്രാക്കറ്റ് വേണം എഴുതിക്കോണം, COOH. അരവിന്ദ് ഈ 3 എന്ന് ഇട്ടിട്ട് എഴുതിക്കോ. ഇത് ഇവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ കയറി അരവിന്ദ്. ഓക്കെ, ഇതിന്റെ ഈ റിയാക്ഷന് കാർബോക്സിലിക് ആസിഡിൽ നിന്ന് നമ്മുടെ ആൽക്കെയിൻസ് ഫോം ചെയ്യുന്ന ആദ്യത്തെ റിയാക്ഷൻ നമ്മൾ കോൾബ്സ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ് എന്നാണ് പറയുന്നത്. അപ്പം സബ് ഹെഡിങ് ആയിട്ട് കൊടുക്കുക കോൾബ്സ്, KOLBE അപ്പോസ്ട്രോഫിയസ്, കോൾബ്സ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ്, അല്ലെങ്കിൽ കോൾബ്സ് ഇലക്ട്രോലിസിസ് എന്നും പറയാറുണ്ട്. അത് എന്താണെന്നുള്ള കാര്യം ആദ്യം നമുക്ക് സെന്റൻസിൽ എഴുതാം. An aqueous solution of sodium or potassium, salt of carboxylic acid on electrolysis gives alkanes containing even number of carbon atom. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? COOH വരുന്ന ഗ്രൂപ്പുകളെല്ലാം കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. അതെന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പം ഈ റിയാക്ഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കിയോ, ഞാൻ ഇതിന്റെ താഴെയായിട്ട് എഴുതണ്ട, നിങ്ങൾക്ക് സൈഡിലോട്ട് വല്ലോ നിങ്ങളൊന്ന് ഒരു ഇത് വിട്ടിട്ട് വല്ലോ ഒന്ന് എഴുതിയിട്ടേര്. CH3COOH എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അതിന്റെ പേരെന്താ? CH3COOH പേരെന്താ? എത്തനോയിക് ആസിഡ്. 2 കാർബൺ ഉള്ള ഓയിക് ആസിഡ്, എത്തനോയിക് ആസിഡ് ആണോ? ഓക്കെ,
അങ്ങനെയാണെങ്കിൽ HCOOH എന്ന് പറഞ്ഞാലോ ഒരു കാർബൺ ഉള്ള ഓയിക് ആസിഡാ. അപ്പൊ അതെന്താ? അത് നിങ്ങൾ പറഞ്ഞ മെത്തനോയിക് ആസിഡ് ആണോ? അതേപോലെ തന്നെ CH3CH2COOH എന്ന് പറഞ്ഞാലോ 3 കാർബൺ ഉള്ള ഓയിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താ? പ്രൊപ്പനോയിക് ആസിഡ് ആണോ? ഇത് സൈഡിലാണ് എഴുതിയിടേണ്ടത്. മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യം പറഞ്ഞു തരികയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പം സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം നടത്തുന്ന റിയാക്ഷൻ നോക്കിയോ. അത് ഇനി താഴോട്ട് ഇങ്ങോട്ടേക്ക് എഴുതാൻ നോക്കിയോ. അത് ഇങ്ങോട്ടേക്ക് എഴുതാം. നമ്മൾ CH3COOH എടുക്കുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇതിന്റെ കൂടെ നമുക്ക് എന്താ ആഡ് ചെയ്യുന്നത്? സോഡിയം ആഡ് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിച്ചിട്ട് എഴുതിക്കുക എല്ലാവരും. CH3COOH എടുക്കുന്നു. അതിൻ്റെ കൂടെ സോഡിയം ആഡ് ചെയ്യുന്നു. ഇവിടെ റിയാക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ അയോണാ ഫോം ചെയ്യുന്നത്? ഈ CH3COOHനകത്ത് ഏതൊക്കെ അയോൺ ഉണ്ട്? അല്ല, CH3COO മൈനസ് അയോണും H+ അയോണും ഉണ്ട്. ഇവന്റെ പേര് അസറ്റേറ്റ് അയോൺ എന്നാണ്. അസറ്റേറ്റ് അയോൺ എന്നും. ഇവന്റെ പേരെന്താ? ഹൈഡ്രോണിയം അയോൺ ആണ് അല്ലേ? H+, അത് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചാണ്. ഹൈഡ്രോണിയം അയോൺ ആണ്. അതേപോലെ സോഡിയം എന്ത് അയോൺ ആയിട്ടാണ് മാറുന്നത്? സോഡിയം Na+ ആയിട്ടാണ് മാറുന്നത്. അപ്പൊ ഇവര് തമ്മിൽ റിയാക്ട് ചെയ്താൽ എന്തുണ്ടാവും? ഉറപ്പായിട്ടും ഇവിടെയുള്ള നെഗറ്റീവിന്റെ കൂടെ ഇവിടെയുള്ള പോസിറ്റീവ് വന്ന് ചേരും. കണ്ടോ? ഇങ്ങനെ ചേരുമ്പോൾ നോക്കിയോ, CH3COO കണ്ടോ? ഇപ്പം കാർബോക്സിലിക് ആസിഡിന്റെ എച്ചിനെ മാറ്റിയിട്ട് അവിടെ Na വന്നു. അപ്പൊ ഇതെന്തായിട്ട് മാറിയെന്നറിയാമോ? സോഡിയം സോൾട്ട് ഓഫ്. ഇതൊരു സോൾട്ടായി. കാരണം ഒരു പോസിറ്റീവ് H+ OH- അല്ലാത്ത പോസിറ്റീവ് അയോൺസ് നെഗറ്റീവ് അയോൺസിന്റെ എണ്ണം വന്നാൽ അവർ സോൾട്ടാണ്. അപ്പൊ ഇതൊരു സോൾട്ടാണ്. ഈ സോൾട്ടിന്റെ പേരെന്താ? സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്നാ പറയുന്നത്. ഇതിന്റെ പേര് സോഡിയം അസറ്റേറ്റ്. സോഡിയം കണ്ടോ? ഈ അയോണിന്റെ പേരെന്താണ്? അസറ്റേറ്റ്. അപ്പൊ സോഡിയം കൂടെ വരുമ്പോൾ അവന്റെ പേരെന്താവും? സോഡിയം അസറ്റേറ്റ്. അപ്പം ഇവന്റെ പേര് സോഡിയം അസറ്റേറ്റ് പറയാം. ഇവനെയാണ് നമ്മൾ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ. പ്ലസ് എന്താന്നാ വരിക? പ്ലസ് ഇവിടെ എന്തെന്ന് വരും? പ്ലസ് ഹൈഡ്രജൻ. H+ എന്തായിട്ട് മാറും? ഹൈഡ്രജൻ ആയിട്ട് മാറും. നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന റിയാക്ഷൻ എഴുതില്ല. നമുക്ക് ആരെയാണ് ഉണ്ടാക്കണ്ടേ? നമ്മൾ ആരുടെ റിയാക്ഷനാണ് പഠിക്കുന്നത്? ആരുടെ പ്രിപ്പറേഷനാണ് പഠിക്കുന്നത്? ആൽക്കെയിൻസിന്റെ. ഇപ്പൊ ഇവിടെ ആൽക്കെയിൻ ഉണ്ടായോ? ഇല്ല. നമുക്ക് ആൽക്കെയിൻ ഉണ്ടാക്കണേ എന്ത് ചെയ്യണം? ഈ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിനെ ഇലക്ട്രോലിസിസ് ചെയ്താലേ കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മളിപ്പം ആ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കിയതേ ഉള്ളൂ. ഇനി ഇതിനകത്തൂടെ കറണ്ടിനെ കടത്തി വിടുമ്പോഴാണ് ഇലക്ട്രോലിസിസ് നടന്നിട്ട് അവിടെ എന്തുണ്ടാകുന്നത്? ആൽക്കെയിൻസ് ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ശ്രദ്ധിക്കുക. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തവര് നമ്മൾ ഇവിടെ മൂലമാണ് തുടങ്ങിയത്. നമ്മൾ കാർബോക്സിലിക് ആസിഡിൽ നിന്ന് ആൽക്കെയിനെ ഉണ്ടാക്കുന്ന മൂന്നാമത്തെ റിയാക്ഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റിയാക്ഷന്റെ പേര് കോൾബ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ് എന്നാണ്. കോൾബ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈ കാർബോക്സിലിക് ആസിഡിന്റെ സോഡിയം സോൾട്ടിനെയോ പൊട്ടാസ്യം സോൾട്ടിന്റെയോ അകത്തൂടെ കറണ്ടിനെ കടത്തി വിടുമ്പോൾ ആൽക്കെയിൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആ ഉണ്ടാകുന്ന ആൽക്കെയിൻസിനകത്ത് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്ന് പറയുന്നത് എന്താ? ഒന്നെങ്കിൽ 2, അല്ലെങ്കിൽ 4, അല്ലെങ്കിൽ 6, അല്ലെങ്കിൽ 8 ഇങ്ങനെ. അപ്പൊ ആദ്യം നമുക്ക് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം കാർബോക്സിലിക് ആസിഡിനെ എടുത്തത്. കണ്ടോ? ഇവന്റെ പേര് എഥനോയിക് ആസിഡ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. എഥനോയിക് ആസിഡ് എങ്ങനെയായിരിക്കുന്നത്, മെഥനോയിക് ആസിഡ് എങ്ങനെയായിരിക്കുന്നത്, പ്രൊപ്പനോയിക് ആസിഡ് എങ്ങനെയായിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എഥനോയിക് ആസിഡിനകത്തൂടെ എന്ത് പാസ് ചെയ്തു? എന്ത് ആഡ് ചെയ്തു? എഥനോയിക് ആസിഡിനകത്ത് സോഡിയത്തിനെ ആഡ് ചെയ്തു. അപ്പൊ എഥനോയിക് ആസിഡിനകത്തോട് സോഡിയത്തിനെ ആഡ് ചെയ്തപ്പം അവിടെ എന്തൊക്കെ അയോൺസ് ആയി മാറിയ റിയാക്ഷൻ നടക്കുമ്പോൾ അസറ്റേറ്റ് അയോണും H+ അയോണും. ഇവിടെ Na+ അയോൺ. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് അയോൺ പോയിട്ട് ഈ പോസിറ്റീവ് അയോണുമായിട്ട് ചേർന്നിട്ട് നമുക്ക് വേണ്ട ആളുണ്ടായി. സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്, അതായത് സോഡിയം അസറ്റേറ്റ് പ്ലസ് ഹൈഡ്രജൻ. ഇനി ഇവനകത്തൂടാണ് നമ്മൾ എന്ത് പാസ് ചെയ്യാൻ പോകുന്നത്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഇത് പൊട്ടാസ്യമായിട്ട് റിയാക്ട് ചെയ്താൽ എന്തുണ്ടാവും? പൊട്ടാസ്യം അസറ്റേറ്റ് ഉണ്ടാവും. അപ്പൊ ഈ റിയാക്ഷൻ തന്നെ CH3COOHനകത്തോട്ട് ഞാൻ പൊട്ടാസ്യം ആഡ് ചെയ്ത് എന്തുണ്ടാവും? CH3COOK ഉണ്ടാവും. പ്ലസ് എന്താ? H2. ഇവന്റെ പേരെന്താ? പൊട്ടാസ്യം അസറ്റേറ്റ് ആണ്. പൊട്ടാസ്യം അസറ്റേറ്റ് ആണ്. സെറ്റാണോ? ഓക്കെ.
ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? നമ്മൾ ഈ പൊട്ടാസ്യം നമുക്കിപ്പോൾ കിട്ടിയ സോഡിയം സോൾട്ടിനകത്തൂടെ നമ്മൾ എന്ത് കടത്തി വിടാൻ പോവാ? ഇലക്ട്രിസിറ്റി കടത്തി വിടാൻ പോവാ. അപ്പൊ ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോഴാണ് നമുക്ക് വേണ്ട എന്തുണ്ടാകുന്നത്? ആൽക്കെയിൻസ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ. ഈ സോൾട്ടിന്റെ ഏത് സൊല്യൂഷനകത്തൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നത്? അക്വസ് സൊല്യൂഷനോ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്? അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ഈ കണ്ടുപിടിച്ച ഇതിനകത്തും എന്ത് ആഡ് ചെയ്താൽ മതി? കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അക്വസ് ആയി. എന്നിട്ട് ആ വാട്ടർ ആഡ് ചെയ്തിട്ട് അതിനകത്തൂടെ ആയിരിക്കും നമ്മൾ കറണ്ടിനെ കടത്തി വിടാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ വേണ്ട റിയാക്ഷൻ വേണ്ടി ഇതാണ്. നോക്കിക്കോളൂ, വേണ്ട റിയാക്ഷൻ വേണ്ടി ഇതാണ്. CH3COONA സോൾട്ട്, അതായത് നമ്മുടെ വീട്ടിലെ ഉപ്പ്. ആ ഉപ്പിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചപ്പോൾ, വീട്ടിലെ ഉപ്പല്ല, ഞാൻ വീട്ടിലെ ഉപ്പ് പോലെ ഇരിക്കുന്ന ഉപ്പാന്നാ പറഞ്ഞത്, അതിനകത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്തപ്പോൾ അത് അക്വസ് ആയി. എന്നിട്ട് നമ്മൾ അതിനെ ഇലക്ട്രോലിസിസ് ചെയ്യുക, അതായത് കറണ്ട് കടത്തി വിടുക, ഇലക്ട്രോലിസിസ് ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കും? ഡിസോസിയേറ്റ് ആവും. എന്ത് ഫോം ചെയ്യും? അതായത് ഫോം ചെയ്യുന്ന ആൾക്കാരെ നമുക്കൊന്ന് ഒരു ട്രിക്കിലൂടെ പഠിക്കാം. നോക്കിക്കോളൂ, ഞാന് 2 മോളിക്കൂൾ ഇതുണ്ട്, 2 മോളിക്കൂൾ ഇതും, അതേപോലെ ഇതും 2 മോളിക്കൂൾ ഉണ്ട്. അപ്പൊ നോക്കിക്കോ, CH3COONA CH3COONയും CH3COONയും തമ്മിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? 2 മോളിക്കൂൾ എടുത്തിരിക്കുന്നത്. അത് എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? H2O നെ നമുക്ക് HOH എന്ന് എഴുതാമല്ലോ. HOH കൂടെ ചേർന്നല്ലേ H2O ഉണ്ടാകുന്നത്? ആണല്ലോ. ഓക്കെ. ഇവിടെ എന്ത് സംഭവിക്കുന്ന അറിയാമോ? വേണ്ട, ഇവിടെ നോക്കിക്കോണം. ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിനെ പറ്റിയാണ് പറയുന്നത്. ഈ എണ്ണയും ഇവിടത്തെ ഈ OH കൂടെ അങ്ങോട്ട് ചേരും. ഈ എണ്ണയും അതേപോലെ തന്നെ ഇവിടത്തെ OH കൂടെ അങ്ങോട്ട് ചേരും. അപ്പം എന്തായാലും ഇവിടെ 2NaOH ഉണ്ടാവും. ആണല്ലോ, ഒരാൾ. എന്നിട്ട് ഈ COOയും COOയും കൂടെ അങ്ങോട്ടേക്ക് ചേരും. COOയും ചേർന്ന് കഴിഞ്ഞാൽ എന്താ? ഒരു COO എന്ന് പറഞ്ഞാൽ എന്താ? CO2 ആണ്, ശരിയല്ലേ? അപ്പം 2 CO ചേർന്ന് കഴിഞ്ഞാൽ 2 CO2 ഉണ്ടാവും. 2 CO2 ഉണ്ടാവും. ഓക്കെ. പിന്നീട് ആര് മാത്രമേ ഉള്ളൂ? പിന്നെന്താ? പിന്നെ 2 ഇയാൾ മാത്രമേ ഉള്ളൂ അല്ലേ? ഇവര് തമ്മിൽ അങ്ങോട്ടേക്ക് ഒരു ബോണ്ട് ഉണ്ടായി. നോക്കിയേ, CH3 സിംഗിൾ ബോണ്ട് CH3. ഇവന്റെ പേരെന്താ? ഈഥെയ്ൻ. കണ്ടോ? ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് നോക്കിയോ, CH3 പ്ലസ് C2CO2 പ്ലസ് 2NaOH. കണ്ടോ? ഇത് ട്രിക്ക് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് വലിയ കോമ്പൗണ്ട് ചോദിക്കുവാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. തെറ്റാണോ? പിന്നെ വേറൊരു കോമ്പൗണ്ട് ഉണ്ട്, ഒരാൾ നമ്മൾ എഴുതാൻ വിട്ടുപോയി. ആരാ? ഇവിടെ 2 ഹൈഡ്രജനും കൂടി ഇല്ലേ? ഇത് ഹൈഡ്രജൻ ആയിട്ട് ഫോം ചെയ്യും, H2 ആയിട്ട് മാറും. അതും കൂടെ എഴുതിയിട്ടേ. ഈ ട്രിക്ക് എഴുതി വെച്ചോണം, അല്ലെങ്കിൽ ഞാന് ഈ ട്രിക്ക് എഴുതി വെച്ചോണം. എല്ലാവരുടെയും ബുക്കിൽ ഈ ട്രിക്ക് കാണണം. ആരും അറിയാന്ന് പറഞ്ഞിരിക്കേണ്ട. പരീക്ഷയുടെ ഫൈനൽ മാർക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഇതൊക്കെ എത്ര മാർക്ക് കിട്ടുമെന്നുള്ളത്. അപ്പൊ ഈ ട്രിക്ക് ഒക്കെ ഓർത്ത് വെച്ചാലേ, അല്ലെങ്കിൽ എഴുതിയാലേ നിങ്ങൾക്ക് ഇതൊക്കെ ഓർത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ റിയാക്ഷൻ ആയിട്ടൊന്നും നിങ്ങൾ പഠിക്കാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ ആൽക്കെയിൻസിനെ പ്രിപ്പയർ ചെയ്യാൻ എന്തിനകത്തുനിന്നൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചു? അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൽ നിന്ന് ആൽക്കൈനെ പ്രിപ്പയർ ചെയ്യാന്ന് പഠിച്ചു. ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് വുഡ്സ് റിയാക്ഷന്റെ സഹായത്തോടുകൂടി നമുക്ക് ആൽക്കൈൻസിനെ ഉണ്ടാക്കാന്ന് പഠിച്ചു. സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡിൽ നിന്ന് നമുക്ക് എന്താ? ആൽക്കൈൻസിനെ ഉണ്ടാക്കിയെടുക്കാന്ന് പറ്റും. അപ്പൊ ഈ 3 പ്രിപ്പറേഷൻ മാത്രം പഠിച്ചാൽ മതി ആൽക്കൈൻസിന്. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ അതിന്റെ എന്ത് പഠിക്കാൻ പോകുന്നറിയോ? അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു, നമ്മൾ ഒരു കോമ്പൗണ്ടിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അതിന്റെ എന്ത് പഠിക്കണം? അതിന്റെ ബേസിക് പഠിക്കണം, പിന്നെ അതിന്റെ നോമൻക്ലേച്ചർ പഠിക്കണം, ക്ലാസിഫിക്കേഷൻ പഠിക്കണം, പിന്നെ അതിന്റെ നോമൻക്ലേച്ചർ പഠിക്കണം, പിന്നെ പ്രിപ്പറേഷൻ പഠിക്കണം. പ്രിപ്പറേഷൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പഠിക്കണ്ടേ? ഫിസിക്കൽ പ്രോപ്പർട്ടി നമുക്ക് അറിയാം, അതായത് ഗ്യാസും സോളിഡ് വലിയ ഇമ്പോർട്ടന്റ് അല്ല. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത എന്താ? കെമിക്കൽ പ്രോപ്പർട്ടി. അപ്പൊ അടുത്തത് നിങ്ങൾ ഹെഡിങ് എഴുതേണ്ടത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻ. ഹെഡിങ് എഴുതിക്കോ.
Chemical properties of alkane. Chemical properties of alkane. അതിൽ ആദ്യത്തേത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ reaction. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓർഗാനിക് കെമിസ്ട്രിക്കകത്ത് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും അഡീഷൻ റിയാക്ഷനും നിങ്ങൾ പഠിച്ചതാണ്. അതേപോലെ തന്നെ എന്താ ഒരു സാധനം ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, ആഡ് ചെയ്യുന്നതിനല്ല, ഒരെണ്ണത്തിന് പകരം ഒരാൾ വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ സ്കൂളിൽ ഫിസിക്സ് ടീച്ചറിന് രാവിലെ നിങ്ങൾക്ക് ഫിസിക്സിന്റെ ക്ലാസ്സും ഉച്ച കഴിഞ്ഞ് കെമിസ്ട്രിയുടെ ക്ലാസ്സും. പക്ഷേ ഫിസിക്സ് ടീച്ചറിന് എന്തോ ആവശ്യമുള്ളതുകൊണ്ട് രാവിലെ അവർക്ക് വരാൻ പറ്റിയില്ല. പക്ഷേ ഫിസിക്സ് ടീച്ചറിന് എന്ത് ചെയ്യാം? ഉച്ച കഴിഞ്ഞ് വരാൻ പറ്റും. അപ്പം ഫിസിക്സ് ടീച്ചർ തലേദിവസം വിളിച്ചു ചോദിച്ചു കെമിസ്ട്രി ടീച്ചറിനോട്, ടീച്ചർ രാവിലെ ഫ്രീ അല്ലേ? രാവിലെ എൻ്റെ അവർ എടുത്തിട്ട് ടീച്ചറിന്റെ ഉച്ചക്കത്തെ അവർ എനിക്ക് തരാമെന്ന് ചോദിക്കും. അത് സബ്സ്റ്റിറ്റ്യൂഷനാണ് അല്ലേ? ശരിയല്ലേ? അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? മാറി. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ എന്താണ്, നിങ്ങൾക്ക് ഒരു ദിവസം പി ടി പീരീഡ് ആണ്. അപ്പോൾ ഉടനെ ചിലപ്പം എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം മാത്സ് ഒക്കെ കയറി വരും ടോപ്പിക്ക് തീർക്കാനുണ്ടെങ്കിൽ. ശരിയല്ലേ? അപ്പം ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ ഒരാൾ ഇരിക്കുന്നിടത്ത് വേറൊരാൾ വന്നിരിക്കുക, അതാണ് എന്ത്? സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അത് ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് നടക്കുന്ന അല്ലെങ്കിൽ ആൽക്കെയിൻസിന്റെ റിയാക്ഷനകത്ത് എങ്ങനെ നടക്കും എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കിയോ, അതിനെപ്പറ്റി പറയാം. when an alkane is treated when an alkane is treated with halogen when an alkane is treated with halogen in the presence of sunlight or UV light sunlight തന്നെയാണ് കേട്ടോ, UV light, we get halo alkane തന്നെയാണ് ആൽക്കൈൽ ഹാലൈഡ് എന്നുള്ള കാര്യം ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്, ഓർക്കുന്നുണ്ടോ? ഓക്കെ. This reaction is called ഹൈഡ്രജനെ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ എന്താണെന്നാ പറയുന്നത്? അപ്പൊ ഹാലജനെ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ എന്താണ്? ഹാലോജനേഷൻ. ഇപ്പൊ നമുക്ക് ഒരു when an alkane is treated with halogen എന്നാ പറയുന്നത് അല്ലയോ? നമ്മളൊരു ആൽക്കീൻ എടുക്കുക, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ, എഴുതിയിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ ഒരു ആൽക്കൈൻ എടുക്കുന്നു, നോക്കിയോ, ആൽക്കൈൻ ഇങ്ങനെ എടുക്കുന്നു, ഇത് CH4. ഓക്കെ, ഇതിനകത്തോട്ട് നമ്മൾ ക്ലോറിനെ ആഡ് ചെയ്യാൻ പോകും. ക്ലോറിൻ എന്ന് പറയുമ്പോൾ എഴുതുമ്പം Cl2 ഇങ്ങനെ എഴുതുന്നത്, പക്ഷെ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതുകയാണ്. ഓക്കെ, ഇതിനകത്തൂടെ UV ലൈറ്റ് അല്ലെങ്കിൽ സൺലൈറ്റ് കടത്തി വിടുക. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഇത് അങ്ങോട്ട് പൊട്ടും. സൺലൈറ്റ് കടത്തി വിടുമ്പോൾ സൺലൈറ്റിന് കഴിവുണ്ട് ഈ ക്ലോറിന്റെ ഈ ബോണ്ടിനെ പൊട്ടിക്കാൻ. അതേപോലെ തന്നെ വേണ്ടേ, ഇവിടത്തെ ഏതെങ്കിലും ഒരു ഹൈഡ്രജന്റെ ബോണ്ടിനെയും കൂടെ അവർ പൊട്ടി. ഓക്കെ, അങ്ങനെ പൊട്ടുവാണെങ്കിൽ നോക്കിയോ, ഇവിടെ പിന്നെ ബാക്കി 3 ഹൈഡ്രജൻ അല്ലേ ഉള്ളൂ, അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഈ ക്ലോറിൻ വേണ്ടി ഇവിടെ വന്നിട്ട് ഈ ഹൈഡ്രജൻ വേണ്ടി ഇപ്പുറത്ത് വരും. നമ്മുടെ ഫിസിക്സും കെമിസ്ട്രി ടീച്ചർ മാറിയ പോലെ തന്നെ കണ്ടോ. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടന്നു. പരീക്ഷയ്ക്ക് ഇത് എങ്ങനെയാ ചോദിക്കുന്നത് അറിയാമോ? പരീക്ഷയ്ക്ക് ഇത് ഇങ്ങനെ ചോദിക്കുള്ളൂ. CH4 പ്ലസ് Cl2 ഗീവ്സ് എന്താ? അപ്പൊ നിങ്ങൾ എഴുതണം CH3Cl പ്ലസ് HCl. കണ്ടോ, ഈ CH4നെ വിടർത്തി എഴുതിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. Cl2നെ വിടർത്തി എഴുതുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. CH3Clനെ വിടർത്തി എഴുതുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. HCl തന്നെ. ഓക്കെ, എന്നാൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവന്റെ പേരെന്താ? ഇപ്പൊ ഈ ഫോം ചെയ്തിരിക്കുന്ന ആളുടെ പേരെന്താ? ക്ലോറോമീഥേൻ. ഓക്കെ, ക്ലോറോമീഥേൻ. ഇത് എഴുതിക്കോ, ഈ റിയാക്ഷൻ എഴുതിക്കോ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ റിയാക്ഷൻ എഴുതിക്കോ.
ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. ഞാൻ സിമ്പിളായിട്ട് പറയാണ്, നിങ്ങൾ ഈ റിയാക്ഷനൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കാണണം കേട്ടോ. ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ മനസ്സിൽ കാണും. ഞാനൊരു പാത്രത്തിനകത്ത്, ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുക, ഞാനൊരു പാത്രത്തിനകത്ത് മീഥേൻ എടുക്കുന്നു, അതിനകത്ത് ക്ലോറിൻ ആഡ് ചെയ്യുന്നു, എന്നിട്ട് ഇതിനെ കൊണ്ട് വെയിലത്ത് വെക്കുന്നു. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? അതായത് 1,00,000 മീഥേൻ മോളിക്കൂളും 1,00,000 ക്ലോറിൻ മോളിക്കൂളും ഉണ്ടെന്ന് വിചാരിക്കുക. ആ 1,00,000 മീഥേൻ മോളിക്കൂളിനകത്തും 1,00,000 ക്ലോറിൻ മോളിക്കൂളും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ എവിടെ കൊണ്ടുവെക്കുന്നത്? സൺലൈറ്റിനകത്ത് കൊണ്ടുവെക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ 1,00,000 CL മോളിക്കൂളും അപ്പൊ സൺലൈറ്റ് വെച്ച് പൊട്ടുവോ? ഇല്ല. 1,00,000 മീഥേനിന്റെ CH ഗ്രൂപ്പ് പൊട്ടുവോ? ഇല്ല. ചിലപ്പോൾ അതിനകത്ത് വളരെ കുറച്ചായിരിക്കും പൊട്ടുന്നത്. ആ പൊട്ടുന്നത് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവും? ക്ലോറോമീഥേൻ ഉണ്ട്. അപ്പം ചിലപ്പോൾ ഒരു 10,000 ക്ലോറോമീഥേൻ അതിനകത്ത് ഉണ്ടാവും എന്ന് വിചാരിച്ചു. ബാക്കി, അതായത് അപ്പൊ അതിനർത്ഥം എന്തുവാ? 10,000 മീഥേനും 10,000 ക്ലോറിനും മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? റിയാക്ട് ചെയ്തിട്ടുള്ളൂ. 1,00,000 ആഡ് ചെയ്തത്. ബാക്കി 90,000 എന്താ? അതിനകത്ത് ക്ലോറിനായിട്ട് തന്നെയും മീഥേനായിട്ട് തന്നെയും കിടക്കുക. ഓക്കെ, ഇത് വെയിലത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ അതിനകത്ത് ആരൊക്കെയുണ്ട്? ആ ടെസ്റ്റ് ട്യൂബിനകത്ത് ആരൊക്കെയുണ്ട്? ക്ലോറോമീഥേൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ഹൈഡ്രജനോ HCl ഉണ്ട്, മീഥൈനും ഉണ്ട്. ശരിയല്ലേ? ഓക്കെ, അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി സൺലൈറ്റ് കടത്തി വിട്ടുകൊണ്ടിരിക്കുക. അപ്പം ഇനി വേണമെങ്കിൽ ഈ ക്ലോറോമീഥൈന്റെ അടുത്ത ഹൈഡ്രജനെ പൊട്ടിക്കാൻ പറ്റത്തില്ലേ? ആ പൊട്ടിച്ച ഹൈഡ്രജനെ ഇനിയും റിയാക്ട് ചെയ്യാതെ കിടക്കുന്ന ക്ലോറിൻ പൊട്ടിയിട്ട് ആ ക്ലോറിൻ വന്ന് ഇവിടെ വന്ന് വേണമെങ്കിലും ചേരാലോ. അപ്പൊ ഈ ക്ലോറോമീഥൈനകത്ത് വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാമല്ലോ, ഇല്ലേ? അതാണ് പറയാൻ പോകുന്നത്. നോക്കിക്കോളൂ. അപ്പൊ ഈ പറയുന്ന പോലെ തന്നെ മനസ്സിൽ ശ്രദ്ധിച്ചോണം. അടുത്ത റിയാക്ഷൻ CH3Cl. ഇതിനകത്തോട്ട് ഞാൻ എന്താ ആഡ് ചെയ്യാൻ പോവാ? അല്ല, ഇതിനകത്ത് ഓൾറെഡി ക്ലോറിൻ ഉണ്ട്. സൺലൈറ്റിന് പാത്രത്തിനകത്ത് കിടക്കുക, ഇല്ലേ? നമ്മൾ ആ ടെസ്റ്റ് ട്യൂബിനകത്ത് കിടക്കുക, സൺലൈറ്റ് കടത്തി വിട്ടുകൊണ്ടിരിക്കുക, ഇല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? ഇത് പൊട്ടും. ഇനി ഇത് പൊട്ടുവോ? ഇല്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതെന്താ പൊട്ടാത്തത്? സൺലൈറ്റ് ഇതിപ്പോ എന്തായിട്ട് മാറിയെന്നറിയോ? ഇതിപ്പോ ഒരു സ്ട്രോങ് ബോണ്ട് ആയിട്ട് മാറി. അപ്പം സിയും എച്ചും തമ്മിലുള്ള ബോണ്ടിനെക്കാളും കുറച്ചുകൂടെ സ്ട്രോങ് ആണ് സിയും CLും തമ്മിലുള്ള ബോണ്ട്. അപ്പൊ അത് സൺലൈറ്റ് വെച്ച് പൊട്ടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇനിയും പൊട്ടാൻ സാധ്യതയുള്ള ബോണ്ട് വേണ്ടിയതാ. അത് പൊട്ടിക്കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും അറിയാമോ? ഇതിനകത്ത് ഒരു ക്ലോറിൻ വന്ന് ഇവിടെ ചേരും, ഈ ഹൈഡ്രജൻ ഇവിടെ വരും. അങ്ങനെയാണ് ഇവിടെ ഉണ്ടാകുന്ന കോമ്പൗണ്ട്. നോക്കിക്കോ, CCl പ്ലസ് എന്താ? HCl. ഇവന്റെ പേരെന്താ? ഡൈക്ലോറോമീഥേൻ. 2-ക്ലോറോമീഥേൻ അല്ല, ഡൈക്ലോറോമീഥേൻ ആണോ? ഓക്കെ, ഇനി ഇപ്പൊ ഈ പാത്രത്തിനകത്ത് ആരുണ്ട്? ഡൈക്ലോറോമീഥേൻ ഉണ്ട്, HCl ഉണ്ട്, ക്ലോറോമീഥേൻ ഉണ്ട്, CL ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. മീഥൈനും ഉണ്ടാവും. വീണ്ടും അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കാം. ചിലപ്പോൾ അതിനകത്ത് ഒരു 5,000 എണ്ണം കൂടെ റിയാക്ട് ചെയ്ത് ഇങ്ങനെ ആയിട്ടുള്ളതായിരിക്കും, ഇല്ലേ? അപ്പൊ ബാക്കി കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ബാക്കി ആ ടെസ്റ്റ് ട്യൂബിനകത്ത് തന്നെ റിയാക്ട് ചെയ്യാതെ കിടപ്പുണ്ട്. കുറെ മീഥൈനും കിടപ്പുണ്ട്, കുറെ ക്ലോറിനും കിടപ്പുണ്ട്, ഇല്ലേ? ഇനിയും ഇതിന് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കാമല്ലോ, ഡൈക്ലോറോമീഥൈന്. അപ്പൊ നോക്കിയോ, അതിനകത്ത് കിടക്കുന്ന ഡൈക്ലോറോമീഥൈന്റെ നോക്കിക്കോളൂ ഹൈഡ്രജനെ നോക്കിയോ, വീണ്ടും CL. ഇവിടെ നോക്കിയിട്ട് എഴുത്. അപ്പം സൺലൈറ്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇനി ഈ രണ്ട് ബോണ്ട് പൊട്ടണം നിർബന്ധമില്ല, ഈ ബോണ്ട് പൊട്ടിക്കാം. ഈ ബോണ്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ ക്ലോറിൻ വന്ന് ഇതും പൊട്ടും. അപ്പൊ എന്താ? CL എന്ന് വരും. ഇവിടെ H പ്ലസ് എന്താ? HCl. ഇവന്റെ പേര് ട്രൈക്ലോറോമീഥൈൻ. അതായത് ഫോം ചെയ്ത ഡൈക്ലോറോമീഥൈന്റെ കുറച്ച് മാത്രമേ ട്രൈക്ലോറോമീഥൈൻ ആയിട്ട് മാറത്തുള്ളൂ. അപ്പൊ ഇപ്പൊ ഈ ടെസ്റ്റ് ട്യൂബിനകത്ത് ആരൊക്കെ ഉണ്ടാവും? ട്രൈക്ലോറോമീഥൈൻ ഉണ്ട്, ഡൈക്ലോറോമീഥൈൻ ഉണ്ട്, ക്ലോറോമീഥൈൻ ഉണ്ട്, HCl ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, മീഥൈൻ ഉണ്ട്. ഇത്ര ആൾക്കാരുണ്ട്. ഓക്കെ, റിയാക്ട് ചെയ്യാതെ. ഇനിയും വേണമെങ്കിൽ ഇതിനും സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കത്തില്ലേ? എന്തുവാ? ഇതിനും സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിട്ട് ഇങ്ങനെ ആക്കത്തില്ലേ? അതായത് CL H. ഇതിനകത്ത് അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ക്ലോറിൻ വീണ്ടും പൊട്ടിയിട്ട് ഈ ഹൈഡ്രജനും പൊട്ടിയിട്ട് സൺലൈറ്റിന്റെ പ്രസൻസിൽ അപ്പൊ എന്തുണ്ടാവും? അപ്പം CL. ഇവന്റെ പേരെന്താ? ടെട്രാ ക്ലോറോ മീഥൈൻ ഉണ്ടാകാം, പ്ലസ് എന്താ? HCl. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതിനകത്ത് എല്ലാ മോളിക്യൂളിലും ഒരേപോലെ റിയാക്ഷൻ നടക്കുമെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. 1,00,000 മോളിക്യൂൾസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ 5,000 എണ്ണം ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത്. ബാക്കി 95,000 എണ്ണം അതിനകത്ത് റിയാക്ട് ചെയ്യാതെ തന്നെ കിടക്കാം, ചെയ്യാതിരിക്കാം. ചിലപ്പോൾ 50,000 എണ്ണം ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത്. ചിലപ്പം 90,000 എണ്ണം റിയാക്ട് ചെയ്യും, 10,000 എണ്ണം റിയാക്ട് ചെയ്യാതെ കിടക്കും.
മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള തിങ്കിങ് ഒക്കെ ഇനി മുതൽ കെമിസ്ട്രിക്കകത്തുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി വേണം എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ ആണല്ലോ? ഇനി എഴുതിക്കും, ഞാൻ കാണിച്ചു തരാം. ഇനി എഴുതിക്കും. ഡൗട്ട് ഉള്ളവർ മസ്റ്റ് ആയിട്ടും ചോദിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, പറഞ്ഞുതരാം. എല്ലാവരും എഴുതിയോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അതിന്റെ താഴോട്ട് ഒരു ഡോട്ട് എഴുതാം. ദിസ് റിയാക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ. ദിസ് റിയാക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ കൂടെ എഴുതുക. ഒരു ഡോട്ട് ഇട്ട്. അതെന്താണ്? നമ്മൾ ഫ്രീ റാഡിക്കൽ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് പഠിച്ചതാണ്, ഓർക്കുന്നുണ്ടോ? അതായത് ദിസ് റിയാക്ഷൻ ഒരു ഡോട്ട് എഴുതുക. ദിസ് റിയാക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഫ്രീ റാഡിക്കൽ ഹാലോജനേഷൻ. ഫ്രീ റാഡിക്കൽ ഹാലോജനേഷൻ. അപ്പൊ എന്താണ് ഈ ഫ്രീ റാഡിക്കൽ ഹാലോജനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോക്കി, ഇവിടെ നോക്കി, ഞാനത് ഒറ്റ എക്സാമ്പിളെ കാണിക്കത്തുള്ളേ. CH4 അല്ല, CH4 എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനല്ലേ, പ്ലസ് Cl2, ഇതല്ലായിരുന്നു ആദ്യത്തെ റിയാക്ഷൻ. ഇതിന് ഹോമോലിസിസ് ആണ് നടക്കുന്നത്. ഹോമോലിസിസ് നടക്കുമ്പോഴല്ലേ അവരവരുടെ ഇലക്ട്രോൺസിനെ അവരവർക്ക് കിട്ടുന്നത്, അപ്പോഴല്ലേ റാഡിക്കൽസ് ഫോം ചെയ്യുന്നത്. അതായത് സൺലൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഈ ഇലക്ട്രോണിനെ ഇവന് കിട്ടുന്നു, ഈ ഇലക്ട്രോണിനെ ഇവന് കിട്ടുന്നു. ഇവിടെ അതേപോലെ തന്നെ സൺലൈറ്റ്, ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇത് പൊട്ടുമ്പോൾ ഇവന്റെ ഇലക്ട്രോണിനെ ഇവനും, ഇവന്റെ ഇലക്ട്രോണിനെ ഇവനും കിട്ടും. അപ്പോൾ ഉണ്ടാകുന്ന സ്പീഷ്യസ്, പ്രൊഡക്റ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന സ്പീഷ്യസ് വേണ്ടിയതാ. അതായത് ഒന്ന് വേണ്ട ഇങ്ങനെ ഒരു സ്പീഷ്യസ്, ഇവിടെ ഒരു ബോണ്ട്, ഡോട്ട്, ഇലക്ട്രോൺസ് ആണ്. അടുത്തത് എന്താ? അടുത്തത് H, അതും റാഡിക്കലാണ്. പിന്നെന്താ? പിന്നെ Cl മൈനസ്, ഇവിടെയും Cl മൈനസ്, കണ്ടോ? ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ Cl റാഡിക്കൽ പോയിട്ട് ഇതുമായിട്ട് ചേർന്നിട്ടാണ് നമുക്ക് ആദ്യം വേണ്ട എന്താ ഇതുണ്ടാകുന്നത്. H ഇവിടത്തെ Clന്റെ ഇതും ഇവിടത്തെ ക്ലോറിന്റെ ഒരു ഇതും കൂടെ ചേർന്ന്, കണ്ടോ? ആദ്യത്തെ കോമ്പൗണ്ട് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് ഇതിനെ ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? പിന്നെ ഈ ഹൈഡ്രജൻ ഫ്രീ റാഡിക്കലും ക്ലോറിന്റെ മറ്റേ ഫ്രീ റാഡിക്കലും കൂടെ ചേർന്നിട്ടാണ് H, കണ്ടോ? Cl, കണ്ടോ? ഇതാണ് സംഭവം. ഇത് ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ എന്ന് പറയുന്നുള്ളതേ ഉള്ളൂ. അത് താഴത്തെ എഴുതിയില്ലേലും കുഴപ്പമൊന്നും, എഴുതിയില്ലേലും കുഴപ്പമില്ല, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ആണോ? പരീക്ഷയ്ക്ക് ഇത്രയും വിടർത്തിയല്ല എഴുതുന്നത്. പരീക്ഷയ്ക്ക് എങ്ങനെ ആയിരിക്കും എഴുതുന്നത്? ചുരുക്കി. ഇതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും എഴുതുന്നത്. നോക്കിയോ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ റിയാക്ഷൻ CH4 പ്ലസ് Cl2 ഗീവ്സ് എന്താ? CH3Cl പ്ലസ് HCl. വീണ്ടും CH3Cl പ്ലസ് Cl2 ചെയ്ത് കഴിഞ്ഞാൽ CH2Cl2 പ്ലസ് എത്ര? HCl. വീണ്ടും CH2Cl2 പ്ലസ് Cl2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് CHCl3 പ്ലസ് HCl. വീണ്ടും CHCl3 പ്ലസ് Cl2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് CCl4 പ്ലസ് HCl. കണ്ടോ? ഇതിനെല്ലാം നമ്മൾ എഴുതിയിരിക്കുന്നത് വിടർത്തിയാണ്. അതായത് അതിന്റെ സ്ട്രക്ചറൽ ഫോർമുലയിലാണ് എഴുതിയിരിക്കുന്നത്. പരീക്ഷയ്ക്ക് കണ്ടൻസ്ഡ് ഫോർമുലയിലായിരിക്കും ചോദിക്കുക ക്വസ്റ്റ്യൻസ് എല്ലാം. അപ്പം രണ്ടാമത്തെ, അതായത് നമ്മളിപ്പോൾ ആദ്യത്തെ റിയാക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. രണ്ടാമത്തെ ആൽക്കെയിനിൽ നടക്കുന്ന റിയാക്ഷൻ,
ഐസോമറൈസേഷൻ എന്നാണ്. ഐസോമറൈസേഷൻ എഴുതിക്കോളൂ, രണ്ടെന്നിട്ടിട്ട് ഐസോമറൈസേഷൻ എഴുതുക. കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ രണ്ടാമത്തേത് ഐസോമറൈസേഷൻ. ഐസോമറൈസേഷൻ നടക്കണ എന്ത് ചെയ്യണമെന്ന് അറിയാം. ആൽക്കെയിൻസിനെ നമ്മൾ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിന്റെയോ അലൂമിനിയം ക്ലോറൈഡിന്റെയും ഹൈഡ്രജൻ ക്ലോറൈഡിന്റെയും പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ഐസോമറിക് ആയിട്ടുള്ള എന്താണ് ഇതിന്റെ ചെയിൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. നമുക്കതൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ആദ്യം എന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോ. ആൽക്കെയിൻസ് on heating in the presence of anhydrous aluminum chloride anhydrous aluminum chloride and hydrogen chloride hydrogen chloride gas ആണ് hydrogen chloride gas isomerized to A in the presence of anhydrous 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 എന്ന് പറയുമ്പോൾ വാട്ടർ കണ്ടന്റ് ഇല്ലാത്ത സോൾട്ട്, അതായത് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഇല്ലാത്ത സോൾട്ട്. നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടില്ലേ പണ്ട്, CuSO4 ഡോട്ട് ഹാഫ് H2O ജിപ്സം സോൾട്ടിന്റെ ഒക്കെ. ഇതിനെ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഇതല്ലാതെ പ്യുവർ ആയിട്ട് എന്താണ് ഈ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്താ CuSO4 ആണ്. അപ്പൊ ഇത് അൺഹൈഡ്രസ് CuSO4 ആണ്, ഇത് ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള CuSO4 ആണ്. മനസ്സിലായോ? ഐസോമറൈസ് ടു എ ബ്രാഞ്ച്ഡ് alkane, branched chain alkane, to a branched chain alkane. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ നോക്കിയോ, റിയാക്ഷൻ ഇരിക്കും. CH3 CH2 4 CH3. ഇത് അൺഹൈഡ്രസ് എന്ന് നിട്ടാൽ മതി, അൺഹൈഡ്രസ് AlCl3 HCl. ശരിക്കും ഇതെന്താ? ഇപ്പൊ ഞാൻ ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തുവാ 4 ഒക്കെ എങ്ങനെ വന്നു എന്നർത്ഥം. അതെന്താണെന്നറിയോ? ഇത് അതിന്റെ കണ്ടൻസ്ഡ് ഫോമാണ്. ഇതിനെ ശരിക്കും എഴുതുവാണെങ്കിൽ CH3 എന്നിട്ടിട്ട് CH2 4 പ്രാവശ്യം അടുപ്പിച്ച് എഴുതുന്നു എന്നർത്ഥം. അപ്പം CH3 CH2 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 CH3 എന്ന അർത്ഥം. കണ്ടോ? ഇവന്റെ പേര് 1 2 3 4 5 6 എന്താ? ഹെക്സെയിൻ ആണ് ശരിക്കും. നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെയൊക്കെ തരും. ഓക്കെ, ഈ ഹെക്സെയിനകത്തോട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ AlCl3യോ HClോ ആഡ് ചെയ്തിട്ട് അതിനെ ഹീറ്റ് ചെയ്യുക. അതായത് കണ്ടോ, ഡെൽറ്റയുടെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് ചെയ്യുക എന്നാണ്. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവുന്ന പറഞ്ഞത്? ഇതിന്റെ ഐസോമേഴ്സ് ഉണ്ടാവുന്ന, ബ്രാഞ്ച്ഡ് ഐസോമേഴ്സ് ഉണ്ടാവുന്ന പറഞ്ഞത്. ബ്രാഞ്ച്ഡ് ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഐസോമേഴ്സ് എന്ന് പറഞ്ഞായിരുന്നു കോമ്പൗണ്ട് ഹാവിംഗ് സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചറൽ ഫോർമുല അല്ലേ? അപ്പൊ നോക്കിയോ, ഇവന്റെ മോളിക്കുലാർ ഫോർമുല എന്താ? ഇപ്പം 1 2 3 4 5 6 കാർബൺ, C6 3 5 7 9 11 3 14 H40. ഓക്കെ, C6H14 ഇതിന്റെ മോളിക്കുലാർ ഫോർമുല. ഈ മോളിക്കുലാർ ഫോർമുലയിൽ തന്നെയുള്ള ഐസോമേഴ്സ് ഉണ്ടാവുന്നതാണ് ഡിഫറെന്റ് ആയിട്ടുള്ള. അപ്പൊ നമുക്ക് നോക്കാം, നോക്കിയോ. CH3 CH CH2 CH2 CH3 1 2 3 4 5 ഇവിടെ ഒരു CH3 കൊടുക്കും. അതിന്റെ ഐസോമർ അല്ലേ? നോക്കി ഇതിന്റെ മോളിക്കുലാർ ഫോർമുല നോക്കി. 1 2 3 4 5 6 C6 3 4 6 8 11 3 14 H40. മറ്റേതിന്റെ തന്നെ അല്ലയോ മോളിക്കുലാർ ഫോർമുല ഇത്? ആണല്ലോ. പക്ഷെ ഇവന്റെ ഒരു സ്വഭാവം അല്ലായിരിക്കും ഇവന്റെ പേര്, കാരണം ഇവന്റെ പേര് തന്നെ ഡിഫറെന്റ് ആണ്. ഇവന്റെ പേര് 2-methyl 5 പെൻഡെയ്ൻ എന്നാണ്.
എന്നാൽ ഇവൻ മാത്രമാണോ ഉണ്ടാകുന്നത്? ഈ ഐസോമർ മാത്രം ഉണ്ടാകണോ നിർബന്ധമുണ്ടോ? വേണമെങ്കിൽ ഇവനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരത്തില്ലയോ? അതായത് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യത്തില്ലയോ? CH3 CH2 CH CH2 CH3. നോക്കിയേ, ഇവിടെ CH3 വരുന്നു. ഇവന്റെ പേരെന്താ? ഇവന്റെ പേര് 3-methyl pentane ആണോ? ആണോ? ഇവന്റെ മോളിക്കുലർ ഫോർമുല നോക്കിയേ, C6H14 തന്നെ. നിങ്ങൾ എണ്ണി നോക്കിയാൽ മതി. പക്ഷെ ഇവരുടെ എല്ലാം സ്വഭാവം ഡിഫറൻ്റ് ആണ്. കാരണം ഇത് ഹെക്സൈൻ ആയിരുന്നു, ഇത് ഹെക്സൈൻ ആയിരുന്നു. ഹെക്സൈൻ്റെ സ്വഭാവത്തിന്റെ 7 എലത്ത് പോലും ഇല്ല, അല്ലെങ്കിൽ ഒരു മാച്ചിങ്ങും ഇല്ല 2-methyl pentane. 2-methyl pentane ഒരു മാച്ചിങ്ങും ഇല്ല 3-methyl pentane. ഇനി വേറെ ഏതെങ്കിലും ഐസോമർ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ CH3 എടുത്ത് ഇവിടെ ഇട്ടാൽ മതി. ഈ CH3 എടുത്ത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പേര് എന്ത് തന്നെയാ? ഇവിടെ നിന്ന് എണ്ണുമ്പോൾ അതിന്റെ പേര് 2-methyl pentane. 4-methyl pentane വരുമോ? ബ്രാഞ്ച് ഏത് സൈഡിലാണോ കൊടുക്കുന്നത് ആ സൈഡിൽ നിന്ന് നമ്പർ ചെയ്യാൻ തുടങ്ങണം. അപ്പൊ അത് 2-methyl pentane ആണ്. ഇത് തന്നെ ആയിരിക്കും അതും. അപ്പൊ പിന്നെ ഈ രണ്ട് കോമ്പൗണ്ട് ഐസോമർ ആയിട്ട് ഈ ഹെക്സൈന് ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഇതേപോലെ തന്നെയായിരിക്കും പരീക്ഷയ്ക്ക് ഫൈനൽ എക്സാമിന് ചോദിക്കാൻ പോകുന്നത്. സെപ്പറേറ്റ് ആയിട്ട് രണ്ട് പ്രൊഡക്റ്റ് ഫോം ചെയ്യും. ഒരു രണ്ടെണ്ണം മനസ്സിലായില്ലേ? എടാ ഇത് രണ്ടിലും രണ്ടെണ്ണം നമുക്ക് പറയാൻ പറ്റുമോ? ഐസോമർ ഫോം ചെയ്യുന്ന പറഞ്ഞത്. ഈ CH3 വന്ന് എവിടെ ബ്രാഞ്ച് ആയിട്ട് പോലും നമുക്ക് പറയാൻ പറ്റുമോ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ? എടാ ഞാൻ ഒരു നേരത്തെ പറഞ്ഞ പോലെ CH4 ഇതിനകത്ത് Cl2, ഈ Cl ഇതിനെ പൊട്ടിച്ചാണോ ആദ്യം ഇവിടെ ജോയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനെയാണോ ആദ്യം പൊട്ടിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെയാണോ പൊട്ടിക്കുന്നത്, അതോ ഇതിനെയാണോ പൊട്ടിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മളങ്ങ് എടുത്ത് ഇതിനെ ആദ്യം പൊട്ടിച്ചു, പിന്നെ ഇതിനെ പൊട്ടിച്ചു, ഇനെ അങ്ങനെ പറഞ്ഞതാ. ഇവിടെ അതേപോലെ തന്നെ ഇത് ബ്രാഞ്ച് ആവുമ്പോൾ ആ ബ്രാഞ്ച് എവിടെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ ഒരു പോസിബിലിറ്റി ഉണ്ട്, ഈ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഈ രണ്ട് പോസിബിലിറ്റിയേ ഉള്ളൂ ഹെക്സൈൻ. ഹെപ്റ്റൈൻ വരുവാണെങ്കിൽ രണ്ട് പോസിബിലിറ്റിയും കൂടെ വരും. അല്ല, ഒരു പോസിബിലിറ്റിയും കൂടെ, ഒരു ആളും കൂടെ അപ്പുറത്തോട്ട്, അതായത് നമുക്ക് ഒരു പോസിബിലിറ്റിയും കൂടെ കൊണ്ടുവരാൻ പറ്റും ഹെക്സൈൻ വരുവാണെങ്കിൽ. അല്ല, രണ്ട് പ്രൊഡക്റ്റും എഴുതണം, രണ്ട് പ്രൊഡക്റ്റും ഫോം ചെയ്യും. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പം അതിന്റെ എന്താ ഹാലോ ആൽക്കെയിന്റെ എന്ത് കഴിഞ്ഞു? ഹാലോ ആൽക്കെയിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ ആദ്യത്തെ പറഞ്ഞു, രണ്ടാമത്തെയും പറഞ്ഞു. മൂന്നാമത്തേതാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. എഴുതിക്കോളൂ, മൂന്നാമത്തേതാണ് പറയാൻ പോകുന്നത്. ഡൗട്ട് ഉള്ളവരൊക്കെ ചോദിക്കുക, മനസ്സിലാക്കിയിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഏകദേശം ഒരു 7-8 മാർക്കിന്റെ ചോദ്യം വരും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ചാപ്റ്റർ, അതായത് ഹാലോ ആൽക്കീനും നമ്മുടെ ഫസ്റ്റ് ഓർഗാനിക് കെമിസ്ട്രിയും ഹൈഡ്രോ കാർബണും കൂടെ ഏകദേശം ഒരു 15 മാർക്കിന്റെ ചോദ്യം കാണും. 15-13 കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് അങ്ങനെ പഠിക്കണം. മൂന്നാമത്തെ റിയാക്ഷൻ അരോമറ്റൈസേഷൻ. അരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്നാ പറഞ്ഞത്? മണമുള്ള കോമ്പൗണ്ട് പ്ലസ് റിംഗ് ആയിട്ടിരിക്കുന്ന ഡബിൾ ബോണ്ട് വരുന്ന, റിംഗിൽ ഡബിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ട് ബെൻസീൻ. അപ്പം ആൽക്കൈനെ ഏതെങ്കിലും ഒരു കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വട്ടത്തിലുള്ള ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്, അതായത് ബെൻസീൻ ഉണ്ടാവും. അതാണ് അരോമറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നോക്കിയോ. അത് ബെൻസീൻ ആവണമെങ്കിൽ മിനിമം ആ റിയാക്ട് ചെയ്യുന്ന ആൽക്കൈൻ എത്ര കാർബൺ കാണണം? 6 കാർബൺ. അപ്പൊ 6 കാർബണോ 6-ൽ കൂടുതൽ കാർബണോ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ റിയാക്ഷൻ നടക്കുകയുള്ളൂ എന്നുള്ള കാര്യം ആലോചിക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നോക്കിയോ. alkanes having 6 or more carbon atom, 6 or more carbon atom on heating at 773 Kelvin, 773 കെൽവിനിലും and at 10 to 20 atm pressure. atm എന്ന് പറയുമ്പോൾ പ്രഷറിന്റെ യൂണിറ്റ് ആണ്. atm pressure in the presence of oxides of vanadium. In the presence of vanadium oxide എന്ന് എഴുതിയാൽ മതി. in the presence of
vanadium oxide or molybdenum oxide or or chromium oxide supported over alumina over alumina we get aromatic compound. ഈ സെന്റൻസുകളൊന്നും എന്ത് ചെയ്യണ്ട, കാണാതെ പഠിക്കണ്ട, റിയാക്ഷൻ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. റിയാക്ഷൻ ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, ഒരിക്കലും സെന്റൻസുകൾ ഒന്നും ചോദിക്കുന്നില്ല. അരോമാറ്റിക് കോമ്പൗണ്ട്. ഓക്കെ, അപ്പൊ ആ റിയാക്ഷൻ എങ്ങനെ എഴുതാം? 6 കാർബൺ ആറ്റം ഉള്ള ഒരാളെ എടുക്കുക. 6 കാർബൺ ആറ്റം നമുക്ക് വെറൈറ്റി ആയിട്ട് എഴുതുമ്പോൾ തന്നെ ഇങ്ങനെ എഴുതാമല്ലോ, നേരത്തെ എഴുതിയ പോലെ. എഴുതത്തില്ലയോ? ഇതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്നെങ്കിൽ Cr2O3 ക്രോമിയം ഓക്സൈഡ്, അല്ലെങ്കിൽ വനേഡിയം പെന്റോക്സൈഡ്, വെനേഡിയം പെന്റോക്സൈഡ് എന്ന് കൊടുക്കണേ, പെന്റ് ഓക്സൈഡ് എന്ന് കൊടുക്കണം വനേഡിയത്തിന് മാത്രം. V2O5 അല്ലെങ്കിൽ മൊളിബ്ഡെനം ഓക്സൈഡ് എന്ന് പറയുമ്പോൾ M സ്മോൾ ലെറ്റർ O ആണ്, MO2O3. ഇത് 773 കെൽവിനിലും 10 to 20 atm റിയാക്ട് ചെയ്യുന്നതെങ്കിൽ എന്തുണ്ടായി മാറുമെന്ന് അറിയാമോ? എന്തുണ്ടായി മാറും? ബെൻസീൻ ഉണ്ടായി മാറും. ഇത് ഹെക്സേൻ ആണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചേ, 7 കാർബൺ ആറ്റം വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഒന്ന് 2 3 4 5 6 7 എണ്ണം വരിക. 7 കാർബൺ ആറ്റത്തിനെ പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ചു ചോദ്യം കേട്ടോ. Cr2O3 V2O5നെയോ അല്ലെങ്കിൽ മൊളിബ്ഡെനം MO2O3 773 കെൽവിനിൽ 10 to 20 atm പ്രഷറിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? നോക്കിയോ, ഇവിടുത്തെ 6 എണ്ണം ബെൻസീൻ റിംഗ് ഫോം ചെയ്യും. എല്ലാവരും ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് 6 എണ്ണം ബെൻസീൻ റിംഗ് ഫോം ചെയ്യും. ബാക്കി എത്ര എണ്ണം ഉണ്ട് ഇവിടെ? മൊത്തം എത്ര എണ്ണം ഉണ്ട് ഇവിടെ? ഇത് ഹെപ്റ്റൈൻ ആണ്. ഒരെണ്ണം, അത് മുകളിൽ CH3 ആവും. ഇത് മീഥൈൽ ബെൻസീൻ എന്ന് പറയും. അല്ലെങ്കിൽ ടൊളുവിൻ എന്ന് പറയും. ഇത് നോർമലി ബെൻസീൻ ആണ്. ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ഇതാണ് ചോദിച്ചത്. എല്ലാരും ഇത് പഠിച്ചിട്ട് പോയി, അത് ചോദിച്ചില്ല, ഇത് ചോദിച്ചു. അടുത്തത് നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കെമിക്കൽ പ്രോപ്പർട്ടി എഴുതാനുണ്ട്. ഓക്കെ, നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പൈറോലിസിസ് ആണ്. പൈറോലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ബ്രേക്കിംഗ്. സിംപ്ലി പറയുകയാണെങ്കിൽ ബ്രേക്കിംഗ്, അതായത് ആൽക്കൈൻസിനെ ബ്രേക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പം അത് ഇവിടെയും ഈ പൈറോലിസിസ് നടക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 6 കാർബൺ ആറ്റത്തിലും കൂടുതലോ വേണേ. അപ്പം എഴുതിക്കോ, ആൽക്കെയിൻസ് having 6 or more carbon atom on heating at high temperature decompose to form lower alkanes and alkenes.
ഇതും ഒരു ട്രിക്കി ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്കത് അതിൻ്റെ രീതിയിലായി വേണ്ട രീതിയിൽ തന്നെ പഠിക്കണം. ഓക്കെ, നോക്കിക്കോ. അപ്പം ഞാൻ 6 കാർബൺ ആറ്റമുള്ള, അതായത് CH3, CH2, 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 CH3, ഇവനെ ഞാൻ പൈറോലിസിസ് ചെയ്യാൻ പോകും. 4 ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. 4 രീതിയിൽ പ്രൊഡക്റ്റ് ഉണ്ടാവുക. ഒന്നെങ്കിൽ ഇത്, ഒന്നെങ്കിൽ ഇത്, ഒന്നെങ്കിൽ ഇത്, ഒന്നെങ്കിൽ ഇത്. ഓക്കെ, 4 ഓപ്ഷനാണുള്ളത്. എഴുതുമ്പോൾ നിങ്ങൾക്ക് 5 ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നും, പക്ഷെ 4 ഓപ്ഷനേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, ഇനി നോക്കിക്കോ. ഇവിടെ എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? Alkanes having 6 or more carbon atom on heating at high temperature decompose to form lower alkanes and alkene. അതായത് 6 ഉണ്ടെങ്കിൽ അതിനേക്കാട്ടിലും കുറവുള്ള ആൽക്കെയിനും ആൽക്കീനും ഫോം ചെയ്യും. അപ്പൊ നോക്കിയേ, നമുക്ക് ഇങ്ങനെ ബ്രേക്കിംഗ് ആണ്. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ നോക്കിയേ, ഞാൻ പറയുന്നത് മനസ്സിലാക്കിയിട്ട് മാത്രം എഴുതുക. 1, 2, 3, 4, 5, 6 ഇവിടെ എല്ലാം ബോണ്ടാണ്. പൈറോലിസിസ് എന്ന് പറയുമ്പോൾ പൊട്ടിക്കുവാണെന്നാണല്ലോ അർത്ഥം. ഇവിടെയാണ് പൊട്ടുന്നതെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന കോമ്പൗണ്ട് എന്താ? ഇതാണ് പൊട്ടുന്നതെങ്കിൽ ഒരെണ്ണം ആൽക്കീനും ഒരെണ്ണം ആൽക്കീനും ഉണ്ടാവും. അപ്പൊ ഇത് ഒരെണ്ണമാണ് പൊട്ടുന്നതെങ്കിൽ ഇവിടെ ഈ ഒരു കാർബൺ വെച്ചിട്ട് എന്ത് ആൽക്കീൻ ഉണ്ടാക്കാൻ പറ്റും? മീത്തേനെ ഉണ്ടാക്കത്തുള്ളൂ, ഇല്ലേ? മീതേൻ. അപ്പൊ ഇപ്പുറത്ത് എന്തായിരിക്കും ഉണ്ടാകുന്നത്? 1, 2, 3, 4, 5 5 കാർബൺ ഉള്ള ആൽക്കീൻ, പെൻഡീൻ. ഇനി ബ്രേക്കിംഗ് ഇവിടെ നടക്കുന്നതെങ്കിൽ ഇപ്പുറത്ത് എത്ര കാർബൺ ഉണ്ട്? 2. അപ്പം അത് വേണമെങ്കിൽ ഈത്തൈൻ പ്ലസ് ഇപ്പുറത്ത് ബ്യൂട്ടൈൻ അല്ല, ബ്യൂട്ടീൻ. ഒരെണ്ണം ആൽക്കീനും ഒരെണ്ണം ആൽക്കീനും ഫോം ചെയ്യുന്നത്. അപ്പൊ ഇത് ബ്യൂട്ടീൻ ഫോം ചെയ്യാം. ഇനി ഇവിടെ പൊട്ടുന്നെങ്കിലോ? ഇത് മീതേനും ഇതെന്താ? അല്ല, ഇത് പ്രൊപ്പേനും ഇതെന്താ? പ്രൊപ്പീനും. പ്രൊപ്പീനും ഉണ്ടാവും. ഇനി ഇവിടെ പൊട്ടുന്നെങ്കിലോ? ഇത് ചേർന്നിട്ട് ബ്യൂട്ടൈൻ ഉണ്ടാവാം, പ്ലസ് എന്താ 2 കാർബൺ ചേർത്തിട്ട് ഈത്തീൻ ഉണ്ടാവാം. ഇനി ഇവിടെ പൊട്ടുന്നെങ്കിലോ? ഇവിടെ പെൻഡെയിൻ. ഇവിടോ? മെത്തീൻ എന്ന് പറയുന്ന സാധനം ഉണ്ടോ? ഇല്ല. കാരണം ഈൻ വരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എത്ര കാർബൺ വരണം? 2 കാർബൺ വരണം. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, 5 കോമ്പിനേഷൻ ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുമെങ്കിലും ഇവിടെ 4 കോമ്പിനേഷനേ ഉള്ളൂ. അവിടെ മെത്തീൻ എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു. മനസ്സിലായോ? എല്ലാ വർഷത്തെ പിള്ളേർ ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞത്. ഈ ഓപ്ഷനാണ്. ഓൺലൈനിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആൽക്കേൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും എന്ത് ചെയ്തു? നമ്മൾ ഇതോടെ കഴിഞ്ഞു. ഇനി നമുക്ക് ആൽക്കേൻ്റെ കുറച്ച് എന്താണ് സ്പെഷ്യൽ, അതിന് മാത്രമുള്ള കുറച്ച് ഫീച്ചറുകളുണ്ട്. അതിനെപ്പറ്റി പഠിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമുക്ക് 2 ക്ലാസ് കൂടെ മതി ഈ ചാപ്റ്റർ തീർക്കാനായിട്ട്. ഒരു 2 ക്ലാസ് കൂടെ വേണം. 2 ക്ലാസ് കൂടി ചാപ്റ്റർ തീരും. ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ ഇങ്ങനെ അങ്ങ് നിർത്തുകയാണ്.